നമസ്കാരം. കേരളത്തിൽ ഒരു ദിവസം മാത്രം നീണ്ട ആശ്വാസത്തിന് ശേഷം സ്വർണവില വീണ്ടും ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ഇടിഞ്ഞത് ആഭരണം വാങ്ങുന്നവർക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ ആഗോള വിപണിയിൽ വില കയറുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ നിരക്ക് കൂടിയത്. വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് അതായത് ഫെബ്രുവരി മാസം 13-ാം തീയതി ഒരു പവൻ സ്വർണത്തിന് 63,840 രൂപയാണ് നൽകേണ്ടി വരുന്നത്. 320 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഗ്രാമിന് 40 രൂപ കൂടി 7,980 രൂപയിലെത്തിയിട്ടുണ്ട്. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 106 എന്ന നിരക്കിലാണ് വ്യാപാരം തുടരുന്നത്. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $2,916 ഉയർന്നിട്ടുണ്ട്. ഇതാണ് കേരളത്തിൽ സ്വർണ്ണവില പെട്ടെന്ന് ഉയരാൻ കാരണമായത്. അതേസമയം 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 30 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു ഗ്രാമിന് 6,580 രൂപയും പവന് 52,640 രൂപയുമായിട്ടുണ്ട്. 22 കാരറ്റ് സ്വർണത്തിന് വില കൂടി വരുന്ന സാഹചര്യത്തിൽ 18 കാരറ്റിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കുന്നുണ്ട്. ദിവസവും ഉപയോഗിക്കാൻ സാധിക്കുന്ന ആഭരണങ്ങൾ ഈ കാരറ്റിൽ ലഭ്യമാണ്. 75% സ്വർണവും 25% മറ്റ് ലോഹങ്ങളുമാണ് ഈ കാരറ്റിൽ ഉണ്ടാവുക. ഡോളർ സൂചിക കുറഞ്ഞു വരുന്നത് സ്വർണവില കൂടിയേക്കും എന്ന സൂചന നൽകുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ രൂപ കരുത്ത് കൂട്ടുന്നത് വില കുറയും എന്ന പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത്. അമേരിക്കയുടെയും റഷ്യയുടെയും പ്രസിഡന്റുമാർ നടത്തിയ ചർച്ചയെ തുടർന്ന് യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ വന്നതും വിപണിക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും ഈ ഒരു ഘടകങ്ങളെല്ലാം തന്നെ സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. സ്വർണം പണയം വയ്ക്കുമ്പോൾ ബാങ്കുകൾ 18 കാരറ്റിനുള്ള ആഭരണങ്ങൾ സ്വീകരിക്കില്ല എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ ആഭരണം ഡെയിലി യൂസ് എന്ന നിലയിൽ 18 കാരറ്റ് സ്വർണം പലരും വാങ്ങിക്കൂട്ടുകയാണ് ഇപ്പോൾ. പക്ഷേ സേഫായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോണുകൾക്കോ മറ്റോ കിട്ടാൻ വേണ്ടി ഈ ഒരു ആഭരണം കൊടുത്താൽ അത് സ്വീകരിക്കില്ല എന്നതാണ് വിഷമകരമായ ഒരു കാര്യം. അത് ഈ ഒരു പരിശുദ്ധിയിലുള്ള സ്വർണത്തിന് ആവശ്യക്കാരെ കുറയ്ക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. 24 കാരറ്റിലുള്ള ബാറുകളും പണയത്തിന് വേണ്ടി സ്വീകരിക്കാറില്ല. 22 കാരറ്റ് ആഭരണങ്ങൾ മാത്രമാണ് ബാങ്കുകൾ സ്വീകരിക്കുക എന്നത് പലർക്കും അറിയാവുന്നതാണ്. ഇനി അറിയില്ലെങ്കിൽ ഇതൊരു ഇൻഫോർമേഷൻ ആയിട്ട് കരുതിയെടുക്കുക. 18 കാരറ്റിന് വില കൂടി വരുന്ന സാഹചര്യത്തിൽ വൈകാതെ ഈ ആഭരണങ്ങളും ബാങ്കുകൾ സ്വീകരിച്ചേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡോളർ മൂല്യം കുറഞ്ഞു വരുന്നത് സ്വർണ്ണവില കൂടാൻ ഒരു കാരണമാണ്. ഇന്ന് ഡോളർ സൂചിക 107 എന്ന നിരക്കിലാണ്. ഈ വേളയിൽ മറ്റ് കറൻസികൾ കൂടുതൽ കരുത്താർജിക്കുകയും അവ ഉപയോഗിച്ച് വൻതോതിൽ സ്വർണം വാങ്ങുകയും ചെയ്യുമ്പോഴാണ് സ്വർണ്ണവില കൂടുക. അതേസമയം സ്വർണം വാങ്ങിക്കൂട്ടാൻ വൻകിട നിക്ഷേപകരും കേന്ദ്ര ബാങ്കുകളും മത്സരിക്കുന്നതും സ്വർണ്ണവില കൂടുന്നതിന് കാരണമായിരിക്കുകയാണ്. കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് 61,640 രൂപയും കൂടിയത് 64,480 രൂപയുമാണ്. വൻതോതിലുള്ള വിലക്കുറവ് ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. പകരം നേരിയ ചാഞ്ചാട്ടങ്ങൾക്കാണ് സാധ്യതയുള്ളത്. കഴിഞ്ഞ ദിവസം 63,520 രൂപയിലേക്ക് വില താഴ്ന്നിരുന്നു. ഈ വേളയിൽ ആഭരണങ്ങൾ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തവർക്ക് നേട്ടമായിട്ടുണ്ട്.